നോമ്പിൻ്റെ പണിത്തിരക്ക് കുക്കിംഗ് വിശേഷങ്ങൾ. നോമ്പ് തുറക്കുമ്പോഴത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ഐറ്റം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചിക്കനെ കുക്ക് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചാണ്. ഇതിനെ ഫോർമൽ വെച്ചിട്ട് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർമൽ ഇതിപ്പോൾ 150 ഡിഗ്രി ചൂടിൽ ഫോർമൽ വെച്ച് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് പോയി അതേപോലെ കുക്ക് ചെയ്തെടുത്താണ്. ഇപ്പോൾ കണ്ടതാ ഇഞ്ചി പച്ചവെള്ളം വെളുത്തുള്ളിയൊക്കെ നല്ല സാറായിട്ട് ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചാൽ ഉള്ളിയിലിട്ടിട്ട് ഇതിന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം. മതി, ഫുള്ള് ഫ്രൈ ആക്കണ്ട. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രി കഴിക്കാനുണ്ടാക്കിയൊരു ഫുഡ് ഉണ്ടോ, ചിക്കന് സെക്ഷൂക്ക. ഒരു വെറൈറ്റി ഡിഷാട്ടോ അത്, നല്ല ടേസ്റ്റാണ്. ചിക്കന് സെക്ഷൂക്കയും അതിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കോമ്പിനേഷനുള്ള നല്ലൊരു അടിപൊളി ഫുഡാട്ടോ. ഇതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മൾ റിച്ചസ് കിച്ചൻ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫുഡ് എന്താ അറിയാം, രാത്രിയൊക്കെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ മുരിങ്ങാക്കോലും ചപ്പാത്തിയും. വെറൈറ്റി ആട്ടോ. ഒന്നും നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കുക. ചിക്കൻ ഉള്ളതുകൊണ്ട് ചിക്കൻ കൊണ്ട് ഓരോരോ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ്, അടിപൊളിയാണ്, ഒരു വെറൈറ്റിയാണ്. ചിക്കനും മുരിങ്ങാക്കോലും ചപ്പാത്തിയും ഉള്ളതാ. ചപ്പാത്തിയുണ്ട്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ റിച്ചസ് കിച്ചൻ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യില്ല. രാത്രി കഴിക്കാനുണ്ടാക്കിയ ഫുഡ് ലിവർ ഫ്രൈയും ആട്ടിൻ്റെ ലിവർ ഇതാ ഫ്രൈ ഉണ്ടാക്കിയത്. ഇതാണ് വരട്ട് ഫ്രൈ ഉണ്ടാക്കിയത്. പൊറോട്ടയും നല്ലൊരു കോമ്പിനേഷനുള്ളൊരു ഫുഡാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വീഡിയോ നമ്മളെ റിച്ചസ് കിച്ചണിലുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. രാത്രി അല്ല, അന്ന് ഉച്ചക്കേക്കുള്ളതാട്ടോ. രാത്രിയൊക്കെ സോറി, ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇതാ കുക്ക് ചെയ്ത് എടുത്ത് റെഡിയാക്കി ഞാൻ വെച്ചതാണ്. ഇതിന് ഒന്ന് ഫോർമൽ വെച്ചിട്ടൊന്നും ബേക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ. ചിക്കൻ ഇതാ കുക്ക് ചെയ്ത് ഞാൻ ഫോർമൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെറിയ ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ്. ഇന്ന് ഉച്ചക്കേക്കുള്ളത്, രാത്രി നായി പോയതാണ്. ഉച്ചക്കേക്കുള്ള ഒരു 8 ആൾക്കുള്ള ഫുഡിൻ്റെ ഓർഡറാണ് ഇത്. ഇന്ന് രാത്രി ഒരു സൗദി കൊണ്ടു തന്നൊരു ഓർഡറാണ്. പ്രാവും ഉണ്ട്, ചിക്കനും ഉണ്ട്. നമ്മളിതിൻ്റെ മുന്നേ പ്രാവിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ട് കിട്ടും, റിച്ചസ് കിച്ചണിൽ. എല്ലാവരും ഒന്ന് പോയി കണ്ടോളിട്ടോ. ഇന്ന് രാത്രി കഴിക്കാനുണ്ടാക്കിയൊരു ഫുഡാണ് കയ്പ മുളകിട്ടത്, പാവയ്ക്ക മുളകിട്ടത്, ചപ്പാത്തി, അയില പൊരിച്ചത്. അയില ഇവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചപ്പാത്തിയും പാവയ്ക്ക മുളകിട്ടത്. നല്ലൊരു കോമ്പിനേഷൻ ഫുഡാട്ടോ. ഇതിൻ്റെ ഫുള്ള് വീഡിയോ റിച്ചസ് കിച്ചണിൽ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് രാത്രി സൗദീൻ്റെ പുറകെ കൊടുക്കാനുള്ള ഒരു ആടിൻ്റെ 3/4 ഭാഗമുള്ള ഒരാട് കുക്ക് ചെയ്ത് പ്ലേറ്റിൽ ഇതാ വളമ്പി റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കണം, വീട്ടിൽ എത്തിച്ചു കൊടുക്കണം. ഒരു ഗസ്റ്റ് ഹൗസിലാണ്, വീട്ടിലല്ല. ഇത് ചെറിയ പ്ലേറ്റ്, ഇത് വലിയ പ്ലേറ്റ്. അപ്പോൾ ഇന്ന് രാത്രി സൗദീൻ്റെ പുറകെ കൊണ്ട് കൊടുക്കാനുള്ള ഒരു മുഫത്ത, ഒരാടിൻ്റെ 3/4 ഭാഗം കുക്ക് ചെയ്ത് പ്ലേറ്റിൽ സെർവ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് ഗാഡിയിൽ കൊണ്ടുപോയി വണ്ടിയിൽ എത്തിച്ചിട്ട് കൊണ്ടു കൊടുക്കണം. ഇന്ന് രാത്രി ഉള്ള ഒരു 10 ആൾക്കുള്ള ഫുഡിൻ്റെ ഓർഡർ. അത് ഇറച്ചി, ഒട്ടകത്തിൻ്റെ ഇറച്ചി കുക്ക് ചെയ്ത് ഞാൻ ഇതിൽ ജാഫറാൻ്റെ കളറും ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച് ഞാൻ റെഡിയാക്കി എടുത്താണ്. ഇനി 10:30 മണിക്ക് ഇത് ആൾ വന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇത് നമുക്ക് പുറമെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ഇതിന്ന് ഉച്ചക്ക് ഇതാ ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു ഓർഡറാണ്. കപ്സ ആട്, പകുതി ആട് 10 ആക്കുന്ന. ഇന്ന് രാത്രി പെരുന്നാളിൻ്റെ 4ാമത്തെ ദിവസമാണ്. വലിയ പെരുന്നാളിൻ്റെ 4ാം ദിവസമാണ്. കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഇപ്പം നമ്മളെ ഇറച്ചിയൊക്കെ ഇതാ കുക്കായി നമ്മൾ ട്രൈയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഫോർമുല വെച്ച് ബേക്ക് ചെയ്യണം. കേട്ടോ, നല്ല അടിപൊളി കുക്ക് സ്പോഞ്ച് പോലെ ബന്ധ് റെഡി ആയിട്ടുണ്ട്.
ഒരു പാകക്കൂടിയിൽ എടുക്കാനുണ്ട്, അത് ഒന്നും കുക്കാവാനുണ്ട്. ഇത് പെരുന്നാളിന് 4ാമത്തെ ദിവസത്തെ പണീൻ്റെ ചെറിയ പ്രശ്നമാണ് ഇതൊക്കെ. ഇത് കണ്ട് ഒന്ന് രാത്രി കൊടുക്കാനുള്ളതാണ്. ഇത് അവിടെ പ്ലേറ്റിലാക്കി അടച്ച് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സാധനമാണ് ഇതാ കണ്ടോ. കണ്ടോ, ഇത് നമ്മളെ ഫുഡിൻ്റെ കൂടെ കൊടുക്കുന്ന സൈഡ് ഡിഷ്, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ഡിഷാണ്. ഇതുണ്ടാക്കിയ പാത്രമാണ്. അപ്പം ഈ പ്ലേറ്റിലേക്ക് ഇതാ സെർവ് ചെയ്തിട്ടുണ്ട്. സെർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ കാർട്ടൂണിൽ കണ്ടോ ഇതേപോലെ ഡക്കൻ അടിച്ച് ഞാൻ ഈ കാർട്ടൂണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടാക്കിയതാ. ഇത് അതേപോലെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് കുബൂസ് ഗുർസാൻ എന്ന് പറഞ്ഞ ഒരു അറബിക്ക് കുബൂസ് ഇട്ടിട്ട് ഉണ്ടാക്കിയ അതേപോലെ അതിൻ്റെ കൂടെ കൊടുക്കാനുള്ളൊരു സൈഡ് ഡിഷാണ്. ഇത് അറബിക്ക് ഡിഷാട്ടോ, അതൊക്കെ അറബിക്ക് ഫുഡാണ്. ഇതും അതേപോലെ ചെറിയ പ്ലേറ്റിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് അതേപോലെ ചെറിയ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ച് കൊടുക്കുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ വെജിറ്റബിളും കുബൂസും ഉണ്ടാക്കിയ ഒരു ഫുഡാണ് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കൊടുക്കുന്ന സൈഡ് ഡിഷാട്ടോ. ഇത് ഇന്ന് രാത്രി ഒരു പാർട്ടിക്ക് ഉള്ള ഓർഡറിന് വേണ്ടി 15 പ്ലേറ്റിൽ ഇത് 30 കോഴിയുണ്ട്. ഇത് അൽഫാം ഉണ്ടാക്കിയത്, അൽഫാം അറബിക്ക് മസാല മാത്രം ഇട്ടിട്ടുണ്ടാക്കിയ അൽഫാം. അത് വേറൊരു മസാലയിൽ ചേർത്തിട്ടില്ല, ഉപ്പ് ലൈമണ് അറബിക്ക് മസാല. ഇത് ഇപ്പോൾ വേറൊരു ബൂഫേൻ്റെ ഓർഡർ. ഇത് നമ്മുടെ ഒളിയത്തിന് അർത്ഥ ആടിൻ്റെ ഇറച്ചിയാണിത്. അപ്പോൾ മസാല കൊട്ടിട്ട് റെഡിയാക്കി എടുത്തതാണ്. ഇപ്പോൾ ഈ കരി കത്തിച്ചിട്ടുണ്ട്. ഇതാ കരി അതിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചുട്ടെടുക്കണതിന്. ഇതിൻ്റെ ഷാപ്പിൻ്റെ മുകളിൽ നിർത്തുക. ഇന്ന് രാത്രിയൊക്കെയുള്ള ഒരു ഓർഡറാണ്. ഇതിന്ന് രാത്രി ഒരു സൗദിക്കുള്ള ഫുഡിൻ്റെ ഒരു 3 പ്ലേറ്റ് ഓർഡറാണ്. 15 ആൾക്കുള്ള ഒരു പ്ലേറ്റിൽ 5 ആളാണ് ഇരിക്കുക. ആട് മട്ടനാണിത്, മട്ടൻ്റെ കപ്സ് ഉണ്ടാക്കിയതാണ്. ഇന്ന് രാത്രി ഒരു പാർട്ടിക്ക് ഓർഡറുണ്ട്. അതിൻ്റെ കൂടെ കൊടുക്കുന്ന സൈഡ് ഡിഷ് വെജിറ്റബിൾ സലാഡ് ഹമ്മൂസ റെഡിയാക്കിയത്. ഇതൊക്കെ ഇന്ന് രാത്രി ഒരു പാർട്ടിക്കുള്ള ഓർഡറാണ്. അതിൻ്റെ ഫുഡ് റെഡിയാക്കി ഞാൻ ഈ പ്ലേറ്റിലാക്കി പൊതിഞ്ഞ് ഗസ്സിയിലടിച്ച് റെഡിയാക്കി വെച്ചാണ്. ഇപ്പോൾ അത് വണ്ടി കയറ്റിയിട്ട് കുണ്ട കൊടുക്കും, ഗസ്റ്റ് ഹൗസിൽ കുണ്ട കൊടുക്കാനുള്ളതാണ്. കംപ്ലീറ്റ് അറബിക്ക് ഫുഡാണ്. ഇതൊക്കെ ഒരു പ്രാവശ്യം കാണിച്ചെന്ന ഫുഡ് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത് അടച്ചതിന് ശേഷം എടുത്തത്. ഇത് ഇന്ന് രാത്രി ഒരു ഓർഡറാണ്. ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കിയതാണ്. ഒരു പാർട്ടിക്കുള്ള ഓർഡർ ഉണ്ടാകും.